നമ്മുടെ വീട്ട്മാറ്റ് എങ്ങനെയുണ്ട്? ട്രീറ്റ്മെന്റ് അടിപൊളി സൂപ്പറാ. നോർമലി വീടിന് മുറ്റത്ത് ചിപ്സ് വിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ തറയൊന്ന് ലെവലാക്കുക, അതിന്റെ മുകളിലോട്ട് ചിപ്സ് വിരിക്കുക. പക്ഷെ ഒരിക്കലും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് വീട്ട്മാറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ വാട്ടർ ലെവൽ അനുസരിച്ച് തറ ലെവൽ ചെയ്യുക, കോമ്പാക്ട് ചെയ്യുക, അതിന് ശേഷം വീട്ട്മാറ്റ് അതിന്റെ മുകളിൽ വിരിക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ നോർമൽ ഇപ്പൊ കോമ്പാക്ട് ചെയ്ത സോളിലാണ്. ഇതിന്റെ മുകളിൽ നമ്മൾ വീട്ട്മാറ്റിന് ഒരു ലെയർ വിരിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ചിപ്സ് ഇട്ടുക. അപ്പൊ അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കള കയറത്തില്ല. വേറൊരു കാര്യം, ചിപ്സ് നോർമലി താന്നു പോകുന്ന ഒരു പ്രതിഭാസം അതിനകത്ത് വരില്ല. കാരണം ഈ വീട്ട്മാറ്റ് എപ്പോഴും റെസ്ട്രിക്ഷൻ പോലെ നിൽക്കും. അപ്പോൾ ഒരിക്കലും ചിപ്സ് ഭൂമിയിലോട്ട് നേരെ താന്നു പോകുന്ന ഒരു കാര്യം വളരെയധികം കൺട്രോൾഡ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം, ഇതുണ്ടോ, ഇവിടെ നമ്മുടെ സൈസിലുള്ള ചിപ്സ് ഇട്ടേക്കണം. ഇവിടെ നമുക്ക് ഉണ്ടോ, ഇതിനടി മൊത്തം വീട്ട്മാറ്റ് ഇട്ടേക്കണം. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വീട് റെസ്ട്രിക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും. വീട് ഒരിക്കലും മുകളിലോട്ട് കയറി വരും. എല്ലാ വർഷവും 2-3 തവണ വീണ്ടും റീഫിൽ ചെയ്ത് കൊടുക്കും ചിപ്സ് താന്നു പോകുന്ന അനുസരിച്ച്. നമ്മളപ്പോൾ അത് വീട്ട്മാറ്റിലോട്ട് മുടക്കി ആ പൈസ നമ്മൾ വീട്ട്മാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗുണമെന്ന് പറഞ്ഞാൽ ചിപ്സ് താന്നു പോകത്തില്ല. അതുപോലെ തന്നെ വെള്ളം നല്ലോണം ഇറങ്ങും. ചിപ്സ് പരമാവധി താന്നു പോകാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്.